സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ കൂടി ഗ്രോ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 1, 2 പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സഹായകരമാകുന്ന ഏതാനും മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പങ്കുവയ്ക്കാനാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും അതിൽ ഒന്നാമത്തേത് നമ്മൾ നോക്കുന്നത് സാമൂഹിക ബന്ധ പരിശോധനകളാണ്. സോഷ്യോ മെട്രിക് ടെക്നിക്സ് എന്ന് പറയും. ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹിക ബന്ധത്തിൻ്റെ തോത് നിർണ്ണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമാണെന്ന് പരിശോധിക്കാനുമുള്ള ഒരു മാർഗമാണ് സാമൂഹിക ബന്ധ പരിശോധന എന്ന് പറയുന്നത്. അത് വികസിപ്പിച്ചെടുത്ത മനഃശാസ്ത്രജ്ഞൻ ജെയൽ മൊറീനോയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. ജെയൽ മൊറീനോയാണ് സോഷ്യോമെട്രിക് ടെക്നിക്സിൻ്റെ അല്ലെങ്കിൽ സാമൂഹിക ബന്ധ പരിശോധനയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് പോലെ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് താരങ്ങൾ, ക്ലിക്ക്, ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ്, ഒറ്റപ്പെട്ടവർ അഥവാ ഐസൊലേറ്റ്സ്, ഇങ്ങനെ 4 പോയിന്റുകൾ പഠിക്കാനായിട്ടുള്ളതാണ്. ഒന്നാമത്തേത് ഒത്തിരി പേരാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് നമ്മൾ താരങ്ങൾ അഥവാ സ്റ്റാർസ് എന്ന് പറയുന്നത്. 3 or 4 അംഗങ്ങളാൽ പ്രത്യേകമായിട്ട് ചേർന്നുണ്ടാകുന്ന ഉപസംഘം അഥവാ ഒരു സബ് ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് പറയുന്നത്. പരസ്പരം തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് നമ്മൾ ദ്വന്ദ്ങ്ങൾ അഥവാ അതുപോലെ തന്നെ ട്വിൻസ് എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്. മറ്റൊരെണ്ണമാണ് മറ്റാരും തിരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങൾ. അതായത് ആരെയും സജസ്റ്റ് ചെയ്യാറുമില്ല, അവരെ ആരും സജസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ വരുന്നവരെയാണ് ഐസൊലേറ്റ്സ് അഥവാ ഒറ്റപ്പെട്ടവർ എന്നുള്ളൊരു കാറ്റഗറിയിൽ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് സാമൂഹിക ബന്ധ പരിശോധന എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഗവേഷണോപാധി രീതിയാണ് പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡ്. ഇവിടെ വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഹിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതിനേതാനും ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. റോഷ മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അതിനെ ടാറ്റ് എന്ന് പറയാറുണ്ട്, TAT. അതുപോലെ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, CAT, ചിൽഡ്രൻസ് അപ്രിസിയേഷൻ ടെസ്റ്റ്, പദസഹചാരിത്വ പരീക്ഷ, ബേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, അതുപോലെ വാക്യപൂരണ പരീക്ഷ, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഇതൊക്കെ പ്രക്ഷേപണ രീതിയുടെ ഉദാഹരണങ്ങളാണ്. മറ്റൊരെണ്ണമാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. ഈ രീതിയിൽ തുടർച്ചയായ വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ ഒരു റെക്കോർഡാണ് സഞ്ചിതരേഖ. അതായത് ഒരു കുട്ടി തുടക്കം മുതൽ അവൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അവനെപ്പറ്റി പഠിക്കാനായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡ്, അതാണ് സഞ്ചിതരേഖ. കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താൽപ്പര്യങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യതകൾ തുടങ്ങി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ക്യുമുലേറ്റീവ് റെക്കോർഡിനകത്ത് അല്ലെങ്കിൽ സഞ്ചിത രേഖയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊരെണ്ണമാണ് ഉപാഖ്യാന രേഖ അഥവാ അനിക്ഡോട്ടൽ റെക്കോർഡ്. ഇതും പ്രധാനപ്പെട്ടതാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡാണിത്. ആകസ്മികമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും അപ്പോൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത് കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അതിൽ പേര്, സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം തുടങ്ങിയ പോലെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ഓരോരോ കോളങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.
നമുക്ക് ഓൺലൈനിലായിട്ട് കേട്ടറ്റിൻ്റെ ക്ലാസ്സുകളും കേട്ടറ്റ് കാറ്റഗറി 1, 2 ക്ലാസ്സുകൾ, സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ പോലെയുള്ള ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. താങ്ക് യു.